ബോസ് മലയാളം ഈ വീക്കിലി ടാസ്ക് കൊളമാക്കിയത് അനുമോളാണെന്നൊരു ഒരു കരക്കവി മൊത്തത്തിൽ ബിഗ് ബോസ് ഹൗസിലുണ്ട്. പ്രത്യേകിച്ച് ജിഷൻ അത് ഭയങ്കരമായിട്ട് ഇത് ടാസ്ക് റദ്ദ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ തന്നെ നീയാണ് കാരണം എന്ന് പറഞ്ഞിട്ട് അനുമോളുടെ നേരെ ചാടി കടിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും അനുമോളാണോ ഇത് കൊളാക്കാൻ കാരണം? അപ്പൊ അനുമോൾ പറയുന്നുണ്ട് ഞാനല്ല കാരണം, ഞാൻ എന്റെ റെസ്പോൺസിബിലിറ്റി ചെയ്തു, നിങ്ങൾ മര്യാദയ്ക്ക് ടാസ്ക് ചെയ്തില്ലെന്ന്. അതല്ലേ കറക്റ്റ്? അനുമോൾ ഒരു ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസറല്ലേ? അവര് തോന്നിയ പോലെ അപ്രൂവൽ എങ്ങനെ കൊടുക്കാൻ പറ്റുക? ആരിന്റെ 2 ബോട്ടിൽ അവർ അപ്രൂവ് ചെയ്തിരുന്നു, പക്ഷെ ആ ബോട്ടിൽ ഇവരുടെ ഈ മൽപ്പിടുത്തത്തിനുള്ളിൽ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് അത് പോയിന്റ്സ് കൊടുക്കാതിരുന്നത്. ശരിക്കും 2 അപ്രൂവ് ചെയ്തു. അതായത് വൃത്തിയായിട്ട് വൃത്തിയും വെടുപ്പിലും ബോട്ടിൽസ് അനുമോളുടെ ഫ്രണ്ടിൽ വന്ന് അനുമോൾ ഉറപ്പായിട്ട് അപ്രൂവ് ചെയ്യും. അങ്ങനെ വരുന്നില്ല, അതാണ് പ്രശ്നം. ഇവര് തന്നെ ബോട്ടിൽസ് ഞളുക്കിയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. അത് അനുമോളുടെ കുഴപ്പമാണോ? ബോട്ടിൽസ് കളക്ട് ചെയ്യുന്ന ബോട്ടിൽസ് ഞളുക്കി അതിന്റെ ഷേപ്പ് മാറ്റിയിട്ട് കളക്ട് ചെയ്യുന്നത്, അത് മയത്തിലൊക്കെ അവർ കളക്ട് ചെയ്യണം. ഈ ബോട്ടിൽ വെച്ച് നമുക്ക് സ്കോർ ചെയ്യേണ്ടതാണ്. ഇപ്പൊ ബോട്ടിൽ ചളങ്ങരുത് എന്നൊക്കെ ഉള്ളത് കണ്ടസ്റ്റൻസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് അനുമോളുടെ റെസ്പോൺസിബിലിറ്റി അല്ല. പിന്നെ കുറച്ച് അനുമോൾ ഒട്ടും വിട്ടുവീഴ്ച ചെയ്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഒരു അല്പം വിട്ടുവീഴ്ച ചെയ്യാമായിരുന്നു എന്നൊക്കെ ചിലർ പറയും. പക്ഷെ അനുമോൾ എന്തിനു വിട്ടുവീഴ്ച ചെയ്യണം? അനുമോൾക്ക് റെസ്പെക്ട് കൊടുത്തിരുന്നോ? അനുമോൾക്ക് ഭയങ്കരമായിട്ട് റെസ്പെക്ട് കൊടുത്ത് എന്താ മാഡം പ്ലീസ് മാഡം എന്ന് അനീഷേട്ടൻ ആദ്യം പെർഫോം ചെയ്തില്ലേ, ആ രീതിയിൽ എല്ലാവരും തന്നിരുന്നെങ്കിൽ ചിലപ്പോ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യായിരുന്നു. ഇത് ഫസ്റ്റ് റൗണ്ട് തൊട്ട് ഇവരെന്താ ചെയ്തോണ്ടിരുന്നത്? അനുമോള് അവിടെ ഇരുന്ന് ഇതിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഉടനെ ഏജന്റുമാരെല്ലാരും കൂടെ തള്ളി കയറി ഇങ്ങോട്ട് വരും. ഏജന്റുമാർ എന്തിനാണ് ആ ഏരിയയിലേക്ക് പോകുന്നത്? അവർക്ക് ആ ഏരിയയിൽ നിൽക്കാൻ പോലുള്ള അവകാശമില്ല. അവരോട് അങ്ങോട്ട് വരാനേ പറഞ്ഞിട്ടില്ല. അവിടെ ഫാക്ടറി ഓണേഴ്സും ഇവരും മാത്രം മതി. ഇത് ഈ 4 പേര് മാത്രം നിന്ന് സംസാരിക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ടാസ്ക് ഇങ്ങനെ ആവില്ലായിരുന്നു. ആ ഏജന്റുമാർ ഇതിന്റെ ഇടയിൽ തള്ളി കയറി വന്ന് ഇവരിങ്ങനെ അപ്പുറത്തെ ആളുടെ ബോട്ടിൽ എടുക്കുന്നു, ഈ ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസേഴ്സിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ബോട്ടിൽസ് എടുത്തോണ്ട് പോകുന്നു, തോന്നിവാസം കാണിക്കുന്നു. അപ്പൊ പിന്നെ ടാസ്ക് അലങ്കോലം. അതിന് അനുമോളുടെ നെഞ്ചത്ത് കയറിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ ടാസ്ക് കൊളാക്കിയത് അനുമോളല്ല, ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസേഴ്സ് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ വേണമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാം. അത് അവരുടെ ഇഷ്ടമാണ്, അത് അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. മര്യാദയ്ക്ക് കളിക്കേണ്ടത് ഏജന്റുമാരും ഫാക്ടറി ഓണേഴ്സുമാണ്. മുടിയൊക്കെ ഇട്ട് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അപ്രൂവൽ കിട്ടുമോ? ഇല്ല, അത് റിജക്ട് ചെയ്യും. അതൊക്കെ സ്വാഭാവികം. ഏജന്റുമാരുടെ ഭാഗത്തും ഫാക്ടറി ഓണേഴ്സിന്റെ ഭാഗത്തും നല്ല വീഴ്ചകൾ വന്നിട്ടുണ്ട്. ഈ ഒരു ടാസ്കിൽ എനിക്ക് തോന്നുന്നു ആരും അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അനുമോൾ തീർച്ചയായിട്ടും അനുമോൾ നല്ലോണം ചെയ്തു. പിന്നെ സാബുമാനും മറ്റേ ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസറായിട്ട് ഇരുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെയാണ് ആളും അതിനെ ഡീൽ ചെയ്തത്. അനീഷേട്ടൻ ആദ്യത്തെ ദിവസം അടിപൊളിയായിരുന്നു, 2ാമത്തെ ദിവസം പക്ഷെ ഭയങ്കര റോങ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെ കുറച്ചുപേര് നല്ല ആൾക്കാർ, അതായത് ഒന്നും ചെയ്യാതെ മാറിയിരുന്നവരൊക്കെ ഉണ്ട്, അതായത് അലമ്പാക്കാത്തവര്. അവര് മാത്രമാണ് പിന്നെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ടാസ്ക് കൊളാക്കിയത് എന്തായാലും അനുമോളല്ല, അവിടെയുള്ള ഏജന്റുമാർ തന്നെയാണ്.